നമ്മൾ ഒന്ന് രണ്ടാഴ്ച മുൻപ് കണ്ണൂരുകാരിയായിട്ടുള്ള ഒരു വീട്ടമ്മയായിട്ടുള്ള സബ്സ്ക്രൈബർ എങ്ങനെയാണ് ഓപ്ഷൻസ് ട്രേഡിങ്ങിൽ അത്യാവശ്യം തെറ്റില്ലാത്ത ലാഭം നേടുന്നതെന്ന് ഇതിൻ്റെ ഒന്നാമത്തെ പാർട്ടായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് നിങ്ങൾക്ക് പിടികിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അവർ എങ്ങനെയാണ് ഈ ഓപ്ഷൻസ് ട്രേഡിംഗ് നടത്തുന്നത് എന്നുള്ളതാണ്. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. ആദ്യമേ ഒരു കാര്യം പറയട്ടെ, ഈ ഓപ്ഷൻസ് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണ ഒരു ഇൻവെസ്റ്റർക്കോ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു ട്രേഡർക്കോ പറ്റുന്നൊരു ഏർപ്പാടായിട്ട് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്ന സമയമുള്ള അത്യാവശ്യം ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ വശമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ അനുകരിക്കുക. വളരെയധികം നഷ്ടസാധ്യതയുള്ള കാര്യമാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത്. പക്ഷേ ഒരു ഡിസിപ്ലിനോട് കൂടി ഈ കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം തെറ്റില്ലാത്ത ലാഭം നേടാൻ സാധിക്കുമെന്ന് ഈ കണ്ണൂരുള്ള നമ്മുടെ സബ്സ്ക്രൈബറായിട്ടുള്ള വീട്ടമ്മ തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അയച്ചു തന്നു. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഈ വീഡിയോയുടെ ആദ്യത്തെ ഭാഗത്തിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിഫ്റ്റിയെ, അതായത് നിഫ്റ്റി 50 സ്റ്റോക്സിനെ ട്രാക്ക് ചെയ്യുന്ന എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടായിട്ടുള്ള നിഫ്റ്റി ബീസ് എന്ന് പറഞ്ഞിട്ടുള്ള ETF ഈ വീട്ടമ്മ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവരുടെ കയ്യിൽ ഇപ്പോൾ ഒരു 2000 നിഫ്റ്റി ബീസ് ഉണ്ട്. അതായത് ഏകദേശം 3,50,000 രൂപയ്ക്ക് മേളിൽ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഈ നിഫ്റ്റി ബീസിലുണ്ട്. അപ്പോൾ ഇത് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2-3 കാര്യങ്ങളായിട്ടാണ്. ഒന്ന്, അവർ ഡിപ്പ് വരുന്ന സമയത്ത് നല്ല രീതിയിൽ ബൈ ചെയ്യും. അതുപോലെ തന്നെ സെറോദയുടെ GTT ഓർഡറുകൾ, GTT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 വർഷം കാലാവധിയുള്ള ഒരു ഓർഡർ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു പ്രത്യേക പ്രൈസ് പോയിന്റിൽ വരുമ്പോൾ മാത്രം ബൈ ചെയ്യാൻ ഉള്ള അല്ലെങ്കിൽ സെല്ല് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഓർഡറുകളാണ് GTT ഓർഡർ എന്ന് പറയുക. അങ്ങനെ GTT ഓർഡറുകൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് നല്ലൊരു ബ്രോക്കർ സെറോദയാണ്. സെറോദയുടെ ബ്രോക്കിംഗ് അക്കൗണ്ടുകൾ എടുക്കുന്നതിനായിട്ട് ലിങ്ക് നിങ്ങൾക്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ കാണാനും സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ പലതരത്തിൽ, അതുപോലെ SIP സിസ്റ്റമാറ്റിക് ആയിട്ട് കുറച്ച് സ്റ്റോക്കുകൾ ഒരു ഡെയിലി ബേസിസിലോ വീക്ക്ലി ബേസിസിലോ ഒക്കെ വാങ്ങി അങ്ങനെ അവർ അക്യുമുലേറ്റ് ചെയ്ത് 2000 നിഫ്റ്റി ബീസ് അവർ അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇങ്ങനെ 2000 നിഫ്റ്റി ബീസ് ഒരു 3.5 ലക്ഷം രൂപയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു ഇൻവെസ്റ്റർക്ക് വരുന്ന ലാഭം എന്താ? ആ നിഫ്റ്റി ബീസിൻ്റെ വില കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ ലാഭവും കൂടിക്കൊണ്ടിരിക്കും അല്ലേ. പക്ഷേ അത്യാവശ്യം പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ തെറ്റില്ലാത്ത രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളൊക്കെ ചെയ്യാറുള്ള എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള നമ്മളെ സ്റ്റോക്കുകളോ ETF-കളോ ഒക്കെ നമ്മുടെ പോർട്ട്ഫോളിയോയിലുണ്ട് എന്നുണ്ടെങ്കിൽ അത്തരം സംഭവങ്ങളെ, അത്തരം ഇൻസ്ട്രുമെൻറ്റുകളെ പ്ലഡ്ജ് ചെയ്തുകൊണ്ട് ഒരു മാർജിൻ ബെനിഫിറ്റ് നേടുക എന്ന് പറയും. അതായത് നമ്മൾ ബ്രോക്കറുടെ അടുത്തേക്ക് ഇത് പണയം വയ്ക്കുന്നു. നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ തന്നെയാണ് ഇത് കിടക്കുക. പക്ഷേ നമ്മൾ പറയുന്നു, ഞാൻ ഈ സ്റ്റോക്കുകളോ അല്ലെങ്കിൽ ETF-കളോ പണയം വെച്ചുകൊണ്ട് ഇത്ര രൂപ ഞാൻ ബ്രോക്കറുടെ അടുത്ത് നിന്ന് കൈപ്പറ്റുന്നു, മാർജിൻ എന്നുള്ള രീതിയിൽ കൈപ്പറ്റുന്നു എന്ന് പറയുന്നതിനെയാണ് പ്ലഡ്ജ് എന്ന് പറയുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സെറോദയിലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൺസോളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏത് സ്റ്റോക്ക് സെലക്ട് ചെയ്താലും അവിടെ പ്ലഡ്ജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. പ്ലഡ്ജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയാണ് പ്ലഡ്ജ് ചെയ്യേണ്ടത് എന്നുള്ളത് വരും. അതുപോലെ തന്നെ നമുക്ക് പ്ലഡ്ജ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു 1000 രൂപയുടെ ഒരു സ്റ്റോക്ക് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലഡ്ജ് ചെയ്യുമ്പോൾ 1000 രൂപയെ നമുക്ക് ഈ മാർജിൻ ബെനിഫിറ്റ് ആയിട്ട് കിട്ടണം എന്നില്ല. അതിന് പകരമായിട്ട് ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ 1000 രൂപ വിലയുള്ള ഒരു സ്റ്റോക്ക് നമ്മൾ പ്ലഡ്ജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 900 രൂപയോ അല്ലെങ്കിൽ ഒരു 800 രൂപയോ 850 രൂപയോ ഒക്കെയാണ് കിട്ടുക. അപ്പോൾ ആ വരുന്ന ആ ഒരു ഗ്യാപ്പിനെയാണ് പറയുക ഹെയർ കട്ട് എന്ന് പറയാം. മനസ്സിലായില്ലേ? അതായത് 1000 രൂപ വിലയുള്ള ഒരു സ്റ്റോക്ക് ബ്രോക്കർ നമുക്ക് വേണ്ടി പ്ലഡ്ജ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മാർജിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 800 900 ഒക്കെ ആയിരിക്കും. ഇപ്പം നിഫ്റ്റി ബീസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 10% ഹെയർ കട്ട്, അതായത് 3.5 ലക്ഷം രൂപയുടെ അത് പ്ലഡ്ജ് ചെയ്ത സമയത്ത് അവർക്ക് 3,20,000 രൂപയോളം എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. ആ 3,20,000 രൂപ ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇൻട്രാഡേ ചെയ്യാം, അതുപോലെ ഓപ്ഷൻസ് സെല്ല് ചെയ്യാം, ഫ്യൂച്ചേഴ്സ് സെല്ല് ചെയ്യാം, ഫ്യൂച്ചേഴ്സ് ബൈ ചെയ്യാം. ആകെ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെലിവറിയിൽ സ്റ്റോക്കുകൾ വാങ്ങാനായിട്ട് സാധിക്കില്ല, അതുപോലെ ഓപ്ഷൻസ് ബൈ ചെയ്യാനും സാധിക്കില്ല. ഈ 2 കാര്യങ്ങൾക്ക് ക്യാഷ് കോമ്പണൻറ്റ് തന്നെ വേണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലഡ്ജിങ്ങിനെ പറ്റിയിട്ട് ഏകദേശം മനസ്സിലായി കാണും. അപ്പോൾ നമ്മൾ ഈ പ്ലഡ്ജ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, നിങ്ങൾക്ക്
CDSL ആണോ ഇല്ലോ ഈ സാധാരണ നമ്മളുടെ സ്റ്റോക്കുകളെല്ലാം സൂക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് ഒരു മെയിൽ വരും. ആ മെയിലിൽ ഉള്ള ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാൻ നമ്പറോ നിങ്ങളുടെ ഈ ഡിമാറ്റ് അക്കൗണ്ട് നമ്പറോ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലെഡ്ജ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ള സ്റ്റോക്കുകളും ETF-കളുടെയും ലിസ്റ്റ് വരും. അത് സെലക്ട് ചെയ്തിട്ട് OTP റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലോ ഇമെയിലിലോ OTP വരും. അത് കൊടുത്തു കഴിഞ്ഞാൽ അത് അപ്രൂവ് ആവും. പിറ്റേ ദിവസം മോർണിംഗ് മുതൽ നമുക്ക് ആ മാർജിൻ ബെനിഫിറ്റ് ഉപയോഗിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഈ കാര്യത്തിൽ നമ്മുടെ വീട്ടമ്മ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റോക്കുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള പ്ലെഡ്ജ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള ആ മാർജിൻ മണി ഉപയോഗിച്ച് ഓപ്ഷൻസ് സെല്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓപ്ഷൻസ് സെല്ല് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സേഫ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് സെല്ല് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ആഴ്ച ഫ്രൈഡേയും അവരെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഫ്രൈഡേ മോർണിംഗിൽ ഒരു 10-10:30 ആവുന്ന സമയത്ത് അടുത്ത ആഴ്ചയിലെ അടുത്ത വീക്ക്ലി എക്സ്പയറി, അതായത് എല്ലാ വ്യാഴാഴ്ചകളിലാണല്ലോ വീക്ക്ലി എക്സ്പയറി ഉള്ളത് നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും. അപ്പോൾ അടുത്ത വീക്ക്ലി എക്സ്പയറി ദിവസത്തിൽ എക്സ്പയർ ആവുന്ന 400 പോയിന്റ് അകലെയുള്ള ഒരു കോള് സെല്ല് ചെയ്യാണ് ചെയ്യുക. കോളും പുട്ടുമൊക്കെ എന്താണെന്ന് അറിയാമോ? അതായത് മാർക്കറ്റ് മുകളിലേക്ക് കയറി പോകും എന്ന് പറഞ്ഞ് സ്പെക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് കോൾ എന്ന് പറയുക. മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി വരും എന്ന് പറയുന്നതിനെയാണ് ഈ പുട്ട് എന്ന് പറയുക. അപ്പോൾ കോള് 400 പോയിന്റ് അകലെയുള്ള കോള് സെല്ല് ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ 18,000-ലാണ് നിഫ്റ്റി നിൽക്കുന്നത്. 18,400-ന്റെ കോള് സെല്ല് ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അടുത്ത വ്യാഴാഴ്ചയ്ക്കുള്ളിൽ 18,400 എന്ന പോയിന്റ് നിഫ്റ്റി കടക്കില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ പറയുകയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു കോൺട്രാക്റ്റിന് ആ ഒരു കോളിൻ്റെ വില ഒരു 60 രൂപയാണ് എന്ന് കരുതട്ടെ. 60 രൂപയാണ് എന്നുണ്ടെങ്കിൽ ആ കോള് സെല്ല് ചെയ്യുമ്പോൾ നമ്മൾക്ക് 3000 രൂപ ഒരു ലോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിഫ്റ്റിയുടെ 50 എണ്ണമാണ്. അപ്പോൾ ഒരെണ്ണത്തിന് 60 രൂപ വെച്ച് 50 എണ്ണം നമ്മൾ സെല്ല് ചെയ്യാണ്. അപ്പോൾ സെല്ല് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് പൈസ കിട്ടും അല്ലേ? 60 × 50 അതായത് 3000 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. ഇങ്ങനെ 2 സെറ്റ് കോളുകൾ അതായത് 100 എണ്ണം അവർ സെല്ല് ചെയ്യും. ഫ്രൈഡേ മോർണിംഗ് 10:30 400 പോയിന്റ് അകലെയുള്ള കോള് സെല്ല് ചെയ്യും. അതായത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അടുത്ത 4-5 ദിവസം കൊണ്ട് അവർ ഉറപ്പ് പറയാണ് നമ്മൾ ഈ 18,400 അല്ലെങ്കിൽ 400 പോയിന്റ് അകലെയുള്ള നിലയിലേക്ക് നിഫ്റ്റി പോവില്ല എന്നുള്ള ഒരു ഉറപ്പ് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പോയില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? പോയില്ല എന്നുണ്ടെങ്കിൽ ഈ 6000 രൂപ അവരുടെ അക്കൗണ്ടിൽ തന്നെ ഇരിക്കും. ഈ 400 പോയിന്റ് കടന്നു പോയി എന്ന് കരുതുക. അങ്ങനെയാകുമ്പോൾ അവർ അത് തിരിച്ച് കൂടിയ വിലയ്ക്ക് ബൈ ചെയ്യുന്നതായിട്ട് വരും. അതായത് 18,400 എന്നുള്ള ലെവലിൽ ഇപ്പോൾ 18,399 അവസാനിക്കുകയാണെന്നുണ്ടെങ്കിലും ഈ 60 × 2 × 50 അതായത് 2 ലോട്ട് 50 എണ്ണം വെച്ചുള്ള 2 ലോട്ട് 60 രൂപയ്ക്ക് ബൈ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള 6000 രൂപയും അവരുടെ പോക്കറ്റിലിരിക്കും. അതേസമയം തന്നെ 18,401 അതിൽ കൂടുതലോ ആവുകയാണെന്നുണ്ടെങ്കിൽ എത്ര രൂപയാണോ ആ സമയത്ത് പ്രീമിയം, അതായത് ഇപ്പോൾ 18,425 ആണ് എന്നുണ്ടെങ്കിൽ 25 രൂപയായിരിക്കും ആ സമയത്ത് പ്രീമിയം. അപ്പോൾ 25 രൂപയ്ക്ക് നമ്മളത് തിരികെ വാങ്ങി അല്ലെങ്കിൽ സ്ക്വയർ ഓഫ് ചെയ്യേണ്ടി വരും. അപ്പോഴും നമുക്ക് 25 രൂപ ലാഭം കിട്ടി. എപ്പോഴാണ് നമുക്ക് നഷ്ടം വരിക? മാർക്കറ്റ് 18,460 മേളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടം വരും അല്ലേ? അതായത് നമ്മൾ 60 രൂപയ്ക്കാണ് വാങ്ങിയത്. 18,460 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വാങ്ങിയ വിലയുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു തുകയാണ്. അതായത് 18,470 ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കും? 60 രൂപയ്ക്ക് വിറ്റ സാധനം 70 രൂപയ്ക്ക് തിരിച്ചു വാങ്ങേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു ഷെയറിന്മേൽ നമ്മൾക്ക് 10 രൂപ നഷ്ടം വരും. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ളത് 50 എണ്ണം 2 ലോട്ടാണുള്ളത്. അപ്പോൾ 100 രൂപ 100 സ്റ്റോക്കുകളാണ് നമ്മുടെ കയ്യിലുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് 100 × 10 1000 രൂപ നമുക്ക് നഷ്ടം വരും. പക്ഷേ അങ്ങനെയുള്ള ആ ഒരു നഷ്ടം വലിയൊരു നഷ്ടമല്ല. കാരണം എന്താ? ആ സമയം കൊണ്ട് നമ്മുടെ ഇവിടുത്തെ നിഫ്റ്റി ബീസ് നമ്മുടെ കയ്യിൽ 2000 നിഫ്റ്റി ബീസ് ഈ 400 പോയിന്റ് അല്ലെങ്കിൽ 460 പോയിന്റ് ഒക്കെ ഉയർന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ ഏകദേശം 4-5 രൂപയോളം അത് കൂടിയിട്ടുണ്ടാവും. 5 രൂപ കൂടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മളുടെ 2000 ക്വാണ്ടിറ്റി നിഫ്റ്റി ബീസ് 5 രൂപ കൂടിയാൽ നമുക്ക് അവിടെ തന്നെ 10,000 രൂപ കൂടുതൽ വന്നു അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾക്ക് വലിയ ലാഭമോ നഷ്ടമോ ഇല്ലാത്ത രീതിയിൽ ആ കാര്യം നടക്കുകയും ചെയ്യും. നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതൊരു
ഈ നമ്മൾക്ക് വിറ്റപ്പോൾ കിട്ടിയിട്ടുള്ള പൈസ നമുക്ക് സൂക്ഷിച്ചു വെക്കാം. അതല്ല അതിനിടയിലാണ് അല്ലെങ്കിൽ അത് കടന്നാണ് പോകുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് അവർ ഓരോ ആഴ്ചയും ഏകദേശം അവരുടെ ഒരു ക്യാപിറ്റലിൻ്റെ ഒരു 1-1.5% അവർ നേട്ടം നേടുന്നത്. അത് അഡീഷണൽ ആയിട്ടുള്ള പൈസയൊന്നും നിക്ഷേപിക്കാതെ തന്നെയാണ്. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരു ലോട്ട് നിഫ്റ്റിയുടെ കോള് വിൽക്കുന്നതിന് 1,10,10,000 മുതൽ 1,20,000 രൂപയോളം വേണ്ടി വരും. അങ്ങനെ 2 ലോട്ട് വിൽക്കുന്നതിന് 2,40,000 രൂപ വേണ്ടി വരും. ഈ 2,40,000 രൂപ മൊത്തത്തിൽ നമ്മളുടെ മാർജിൻ മണിയിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റില്ല. പ്ലഡ്ജ് ചെയ്ത മാർജിനിൽ നിന്ന് നമുക്ക് ടോട്ടൽ ആവശ്യമുള്ള മാർജിൻ്റെ 50% നമുക്ക് കിട്ടുള്ളൂ. അതായത് ഒരു ലോട്ട് വിൽക്കാനുള്ള പൈസ നമുക്ക് മാർജിനിൽ നിന്ന് എടുക്കാം, അടുത്ത ലോട്ട് വിൽക്കാനുള്ള പൈസ നമ്മളുടെ കയ്യിൽ ക്യാഷ് ആയിട്ട് ഉണ്ടാവണം. അപ്പോൾ ഇവരുടെ അക്കൗണ്ടിൽ ക്യാഷായിട്ട് 1,20,000 അതിൽ കൂടുതലോ വെച്ചിട്ടുണ്ടാവും. കുറച്ച് കൂടുതൽ പൈസ വേണ്ടി വരും. അതായത് ഒരു ഓവർനൈറ്റ് പൊസിഷൻ ക്യാരി ചെയ്യുന്നതിന് കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള മാർജിൻ ആളുകൾ ബ്രോക്കർമാർ എടുക്കാറുണ്ട്. അപ്പോൾ ഒരു 1.5 ലക്ഷം രൂപ അവർ കയ്യിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ 1.5 ലക്ഷം രൂപ അവരുടെ ക്യാഷിൽ നിന്നും ബാക്കി 1,20,000 രൂപ അവരുടെ മാർജിൻ ബെനിഫിറ്റിൽ നിന്നും കിട്ടും. മനസ്സിലായില്ലേ? അങ്ങനെയാണ് അവർ ഇത് ചെയ്യുന്നത്. ഒരു ആകെ ചെലവാക്കിയിട്ടുള്ള തുക എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 3.5 ലക്ഷം രൂപ നിഫ്റ്റി ബീസ് വാങ്ങാനായിട്ട് ഉപയോഗിച്ചു. പിന്നെ ഒരു 1.5 ലക്ഷം രൂപയോളം അവരുടെ ക്യാഷും കോമ്പണന്റ് ഉണ്ട്. അങ്ങനെ 5 ലക്ഷം രൂപ അവർ ക്യാപിറ്റലിലുള്ള ഒരാൾ ഓരോ ആഴ്ചയും ഏകദേശം 6,000 രൂപ ലാഭം നേടുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ 1.25% ലാഭം ഓരോ ആഴ്ചയും കിട്ടുകയാണ്. അങ്ങനെ ഒരു 40 ആഴ്ച കിട്ടിക്കഴിഞ്ഞാൽ എത്രയായി? 40 × 1.25 എന്ന് പറഞ്ഞാൽ 50% നേട്ടമായി. അതായത് നമ്മളുടെ ക്യാപിറ്റലിൻ്റെ പകുതിയോളം നമുക്ക് ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. ഇത് ചെയ്യാൻ പാടില്ലാത്ത സമയങ്ങളും കൂടെ ഞാൻ പറഞ്ഞുതരാം. ചെയ്യാൻ പാടില്ലാത്ത സമയം എപ്പോഴാണെന്ന് വെച്ചാൽ വലിയ രീതിയിലുള്ള മാർക്കറ്റ് വൊളാറ്റിലിറ്റി ഉള്ള യുദ്ധം പോലുള്ള സാഹചര്യങ്ങൾ, അതല്ലാന്നുണ്ടെങ്കിൽ വളരെ വലിയ ബഡ്ജറ്റ് പോലുള്ള ഇവൻറ്റുകൾ വരുന്ന സമയം, അല്ലെങ്കിൽ മോണിറ്ററി പോളിസി വരുന്ന സമയം, അല്ലെങ്കിൽ ഫെഡ് മീറ്റിംഗ് വരുന്ന സമയം, ആ സമയത്തൊന്നും പരമാവധി ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ആ സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മാർക്കറ്റ് വളരെ വലിയ രീതിയിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യും. ചിലപ്പോൾ ഈ 400 പോയിന്റൊക്കെ ഒറ്റ ദിവസം കൊണ്ടൊക്കെ കയറി പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അതായത് നമ്മൾക്ക് ആവശ്യമുള്ള മാർജിൻ്റെ പകുതി മാത്രമേ നമുക്ക് പ്ലഡ്ജ് ചെയ്തിട്ടുള്ള മാർജിനിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞല്ലോ. പകുതിയിൽ കൂടുതൽ നമ്മൾ പ്ലഡ്ജ് ചെയ്ത മാർജിനിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എടുത്തിട്ടുള്ള പൈസയുടെ 0.05% ഡെയിലി ഒരു ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിൽ കട്ട് ചെയ്യും. അപ്പോൾ അത് പരമാവധി ഒഴിവാക്കണം. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 1.5 ലക്ഷം രൂപയും ഒരു 3 ലക്ഷം രൂപയുടെ നിഫ്റ്റി ബീസും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇത് അവർ അയച്ചിരുന്ന ഡേറ്റയെ ബേസ് ചെയ്തുകൊണ്ട് ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു കണക്കാണ് പറഞ്ഞത്. ആക്ച്വൽ കണക്ക് നിങ്ങൾ സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. പക്ഷേ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ റിസ്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ സ്റ്റോക്ക് വാങ്ങി വിൽക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. നമ്മൾ അത്യാവശ്യം മോണിറ്റർ ചെയ്യേണ്ടതായിട്ട് വരുന്നൊരു സിറ്റുവേഷനാണ്. ഇതിൽ കുറച്ചുകൂടെ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ വീഡിയോയ്ക്ക് കിട്ടുന്ന റെസ്പോൺസിനനുസരിച്ച് അടുത്തൊരു പാർട്ട് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നമുക്ക് അപ്പോൾ തീരുമാനിക്കാം. അപ്പോൾ ഇതിൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇത് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കമൻറ്റുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. 8848030018 ആണ് നമ്പർ. വീഡിയോയ്ക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താനും ശ്രദ്ധിക്കുക.